welcome back, guys. Welcome back again. Welcome to our English class. So, നോക്കൂ മക്കളെ, നമ്മുടെ റീഡറിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഏത് ദ ആൻഷ്യന്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ ചാപ്റ്റർ വി ഓൾറെഡി ലേൺ അല്ലെ, നമ്മൾ ഒത്തിരി പ്രാവശ്യം എന്താണ് ആപ്പിലൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം അത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു സമ്മറി എന്താണ്, ഇഫ് യു ഗെറ്റ് ദ സമ്മറി ഓഫ് ദ ചാപ്റ്റർ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഉപകാരമായിരിക്കും ഇതിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് അവൈലബിൾ ആവാന്ന് പറഞ്ഞാൽ. അത് കാരണം എന്താണ്, ഒത്തിരി കോണ്ടന്റ് എന്തുണ്ട് അതിലുണ്ട് അല്ലെ, ഒത്തിരി ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഏത് ഈ പറയുന്ന ആൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അല്ലെ. അപ്പൊ ഇവിടെ നോക്ക് നിങ്ങൾ, ആക്ച്വലി എന്താണ് ആ പാഠത്തിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നോക്ക്. സെവറൽ ട്രാവലേഴ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഹാവിംഗ് ഡൈവേഴ്സ് കൾച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ്സ് വിസിറ്റഡ് ഇന്ത്യ. They came here to explore the rich Indian culture, religions, philosophies, art and beauty, etc., along with the educational practices prevalent in the country. So ആ പാഠത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്, പണ്ടിലെ എന്താണ് ഈ പറയുന്ന 5th സെഞ്ചുറി അങ്ങനെയുള്ള ഒരുപാട് സമയത്ത് എന്താണ് ഇന്ത്യയുടെ അല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എന്താണ് അന്നത്തെ ഏറ്റവും ഫേമസ് ആയ എല്ലാ ട്രാവലേഴ്സും എന്തുണ്ട് അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഇന്ത്യയെ കുറിച്ച് എഴുതിയിട്ടുള്ള എല്ലാ റെക്കോർഡ്സിനും പറയുന്നത് എന്താണ്, ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിദ്യാഭ്യാസത്തിനും കച്ചവടത്തിനും ഒക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു മണ്ണാണ് ഏത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. ദി സെവൻ ഫീച്ചേഴ്സ് ഓഫ് ദ ആൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ഫോക്കസ്ഡ് ഓൺ ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ബോത്ത് ദ ഇന്നർ ആൻഡ് ഔട്ടർ സെൽഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അന്നത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു പാറ്റേൺ, ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു മനുഷ്യന്റെ എന്താണ് ഇന്നർ ഡെവലപ്മെന്റും ഇന്നർ പീസും അതേപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ ഗ്രോത്തും അല്ലെ. അതായത് എന്താണ് നമുക്ക് ഔട്ടർ ഡെവലപ്മെന്റും ഉണ്ടായിരിക്കണം, അതേപോലെ നമ്മുടെ ഒരു ഇന്നർ ഹീലിംഗ്, ഇന്നർ പീസിന് നമ്മുടെ ആത്മാവിനെ തൊട്ട് എന്തായിരിക്കും ഒരു സാൽവേഷൻ അല്ലെങ്കിൽ മോക്ഷ എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലേക്കായിരുന്നു എന്താ അന്നത്തെ ഒരു എഡ്യൂക്കേഷണൽ എയിം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇറ്റ് എംഫസൈസ്ഡ് ഓൺ ഇംപാർട്ടിംഗ് റിച്ച് ഹ്യൂമൻ വാല്യൂസ് അല്ലെ. അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണ് ഒത്തിരി ഹ്യൂമൻ വാല്യൂസിനെ മനുഷ്യര് കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട, മനുഷ്യർ കൊണ്ട് നടക്കേണ്ട വാല്യൂസിന് എന്താണ് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഏത് പണ്ട് കാലത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓണസ്റ്റി, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് റിലയൻസ്, ഹ്യൂമിലിറ്റി എമംഗ് അതേഴ്സ് അല്ലെ. ഇതൊക്കെ അന്ന് എന്താണ് ഒത്തിരി പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി ആ വിദ്യാഭ്യാസത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് പ്രൈമറിലി ഫോക്കസ്ഡ് ഓൺ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റുഡന്റ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ ആൻഡ് മോറൽ ആസ്പെക്ട്. ദ ലേണിംഗ് വാസ് പെർട്ടിക്കുലർലി ബേസ്ഡ് ഓൺ ദ ടെനറ്റ്സ് ഓഫ് ദ വേദാസ് ആൻഡ് ഉപനിഷദ് ദാറ്റ് ടീച്ച് സ്റ്റുഡൻസ് അബൌട്ട് പെർഫോമിംഗ് their duties towards self, family and the society as a whole. അപ്പൊ എന്താണ് അന്ന് വേദത്തിലും ഉപനിഷത്തുകളെയും ബേസ് ചെയ്തിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർ ഈ പറയുന്ന ഗുരുകുല വിദ്യാഭ്യാസമാവട്ടെ അന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ, ഇവരെന്താകും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്തേക്കും അവരോടുള്ള സെൽഫ് ഡ്യൂട്ടി, അവരുടെ ഫാമിലിയോടുള്ള ഡ്യൂട്ടീസും, ഡ്യൂട്ടി ടുവാർഡ്സ് ദ സൊസൈറ്റി, ഡ്യൂട്ടി ടുവാർഡ്സ് ദ വേൾഡ്, ഇങ്ങനെ മൊത്തം എന്താണ് അവരെല്ലാ തരത്തിലും എന്താണ് അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിയിട്ടും എന്തായിരിക്കാം അവർ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് അവർ ഇറങ്ങുന്നത്. The evolution of the ancient education system was derived from the Vedas, Upanishads, Brahmanas and Dharmasutras. Some other sources of learning were the writings and the medical treatises and teachings of Sushruta and Charaka. മെഡിക്കലി നമുക്ക് എന്തുണ്ട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമുക്കറിയാം എന്താണ് ഈ സർജറി കാര്യങ്ങൾക്ക് എന്തുണ്ട് ഇന്ത്യയിൽ ഒത്തിരി എന്തുണ്ട് റൂട്ട് ഉണ്ട് അല്ലെ. അന്നത്തെ നോക്കൂ നിങ്ങൾ, ചരകൊക്കെ എന്താണ് ഈ സർജറി എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യമായി പരീക്ഷിച്ചത് എന്താണ് ഇദ്ദേഹമാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. There were several branches of disciplines such as Shastras, Kavyas, Itihas, നോക്കൂ അൻവിക്ഷി, മീമാംസ, ശില്പശാസ്ത്രം, അർത്ഥശാസ്ത്ര, വർണ്ണ, ധനുവിദ്യ among others from students were imparted learning. ഈ പറയുന്ന ആയുധ കലകള്, മാർഷ്യൽ ആർട്സ്, അതേപോലെ എന്താണ് മാത്തമാറ്റിക്സ്, ജ്യോതിശാസ്ത്രങ്ങള്, അതേപോലെ എന്താണ് എക്കണോമിക്സിൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ് അർത്ഥശാസ്ത്ര, അതൊക്കെ എന്താണ് ഫിനാൻസ്, എക്കണോമിക്കലി ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പൊ ഇതൊക്കെ എന്തുണ്ടായിരുന്നു അന്നത്തെ കരിക്കുലത്തിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. നോക്ക് നിങ്ങൾ, ബിസൈഡ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വാസ് ഓൾസോ കൺസിഡർഡ് ആൻ ഇമ്പോർട്ടന്റ് കോ-കരിക്കുലർ ആക്ടിവിറ്റി ഇൻ ദ ഫോം ഓഫ് ക്രീഡ ആൻഡ് റീക്രിയേഷണൽ ഗെയിംസ്. നോക്കൂ നിങ്ങൾ, വ്യാമപ്രകാര, ധനുവിദ്യ ആൻഡ് യോഗ സാധന, ദീസ് were some of other disciplines that were taught with dedication and integrity. ഈ പറഞ്ഞ യോഗ പോലുള്ള ടീച്ചിങ്സ്, ലെസൺസ് ഒക്കെ എന്തുണ്ടായിരുന്നു അന്ന് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടായിരുന്നു. ഓക്കെ, വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിബേറ്റ്സ് അമംഗ് ലേണേഴ്സ് വർ ഓൾസോ ഓർഗനൈസ്ഡ് ഫോർ അസസ്മെന്റ് ഓഫ് ദെയർ ലേണിംഗ്. ഡിബേറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ, സംവാദം പോലെയുള്ള പ്രാക്ടീസസ് അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമൂലം എന്താണ് വാഗ്മിയിലെ എന്താണ് സംസാരം, സ്കോളേഴ്സ് പ്രീച്ച് ചെയ്യാനൊക്കെ ഉള്ള കഴിവുകളും എന്തുണ്ട് അന്ന് കുഞ്ഞുങ്ങളിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസൈഡ്സ് സ്റ്റുഡൻസ് were made to live a disciplined life so that they could realize their own potential. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ
വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ത്, അതായത് അവർ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് എന്ത് ചെയ്യണം, വാല്യൂയോട് കൂടി എന്ത് ചെയ്യണം, അവർ ജീവിക്കണം എന്നുള്ളത് അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എന്തായിരുന്നു, ഒരു ഉദ്ദേശമായിരുന്നു അല്ലേ. പീർ ലേണിംഗ് ആൻഡ് ടീച്ചിങ്സ്, അന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ലേണിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ അന്ന് എന്തായിരുന്നു, ഇന്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ദാറ്റ് പ്രൊമോട്ടഡ് ബെറ്റർ ലേണിംഗ് എമംഗ് സ്റ്റുഡൻസ്. ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപാർട്ടന്റ് എഡ്യൂക്കേഷൻ ഫോർമലി ഓർ ഇൻഫോർമലി. തീർച്ചയായിട്ടും എന്തുണ്ടായിരുന്നു, അമ്പലങ്ങളിൽ അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അന്ന് ഒത്തിരി എഡ്യൂക്കേഷൻ സിസ്റ്റംസ് എന്തുണ്ടായിരുന്നു, വേറെയും ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കാലഘട്ടത്തിനനുസരിച്ച് എന്താണ്, അമ്പലങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ മൊണസ്ട്രീസ് ഉണ്ടാവാൻ തുടങ്ങി, അതിനുശേഷം മക്തബ്സ്, മദ്രസാസ് ഒക്കെ വരാൻ തുടങ്ങി. സോ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തുണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്തു, എഡ്യൂക്കേഷൻ ജനറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻ ഇന്ത്യ the school has been considered a temple of knowledge. Like Gurukuls were the residential schools in and around the surroundings, and the Pathashala temples and schools were the premier institute of knowledge. Students who wished to pursue higher education could go to universities. Higher education aim വെക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എവിടെ പോകാമായിരുന്നു, യൂണിവേഴ്സിറ്റീസിലേക്ക് പോകാമായിരുന്നു. നളന്ദ, തക്ഷശില, ഇതൊക്കെ നമ്മൾ ആ പാഠത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. In ancient times there were also women Vedic scholars. അന്ന് സ്ത്രീകൾ എന്തുണ്ടായിരുന്നു, ഒത്തിരി സ്ത്രീകളും വന്നിട്ടുണ്ട്, പഠനത്തിൽ ഒട്ടും എന്തല്ല പിന്നോട്ടല്ലായിരുന്നു. അവരും എന്തുണ്ട്, വേദങ്ങളൊക്കെ പഠിച്ച അന്ന് എന്തുണ്ട്, സ്കോളേഴ്സ് ഒക്കെ അന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇൻ അഡീഷൻ ടു പ്രൊവൈഡിംഗ് എഡ്യൂക്കേഷൻ ത്രൂ സ്ക്രിപ്റ്റ്, ദ ഫോക്കസ് വാസ് ഓൾസോ ലെറ്റ് ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് സ്കിൽ ബേസ്ഡ് ലേണിംഗ്. തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള വികസനം അല്ലെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് എന്താണ്, ഒത്തിരി പ്രാധാന്യത്തിന് കൊടുത്തിട്ടുള്ള ഒരു കരിക്കുലമായിരുന്നു എന്ത്, നമ്മുടെ ആൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒത്തിരി വാല്യൂ ബേസ്ഡ് സിസ്റ്റമാണ് എന്ത്, നമ്മുടെ ഈ കഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് ദിസ് വീഡിയോ ഇസ് വെരി യൂസ്ഫുൾ ഫോർ യു ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, ബൈ ഗൈസ്. താങ്ക് യു സോ മച്ച്.